Hi all, Assalamu alaikum warahmatullahi wabarakatuh. Welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ദിവസമായിട്ട് കാത്തിരുന്ന ആ ഒരു കിച്ചൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേഷനും ബാക്കിയുള്ള കുറച്ച് നമ്മുടെ കാര്യങ്ങളും എല്ലാം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എന്നെ അറിയാം, കിച്ചൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇരിക്കുന്ന വീടാണെങ്കിൽ പിന്നെ അതിൻ്റെ സാധനങ്ങൾ മൊത്തം മാറ്റലും പിടിക്കലും ഒക്കെ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. മൊത്തത്തിൽ ഖജബജാന്നുള്ളൊരു ദിവസമാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ആരെങ്കിലും ചാനലിൽ പുതിയതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹാർട്ടെങ്കിലും ഇട്ട് തരുമോ. പിന്നെ അതേ കുട്ടികളെ എണീപ്പിക്കൽ കലാപരിപാടിയാണ്. ഈച്ചുകുട്ടീനെ അങ്ങനെ ഇടങ്ങറാക്കിയിട്ടാണ് ചില സമയങ്ങളിൽ എണീപ്പിക്കുക. പിന്നെ ഹെയ്സ് പിന്നെ വിളിച്ച ഉടനെ തന്നെ പെട്ടെന്ന് എണീക്കും കേട്ടോ. അവൻ നമ്മളെ ഒരുപാട് ഇടങ്ങറാക്കൊന്നുമില്ല ഇപ്പോൾ കുറേ ആയിട്ട്. മുമ്പ് അങ്ങനെയല്ല. ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ചുച്ചുകുട്ടീനെ എണീപ്പിക്കലാണ്. പെട്ടെന്നൊന്നും എണീക്കില്ല. പിന്നെ ഹായാൻകുട്ടനും അതേപോലെയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് പക്ഷേ വേഗം എണീക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് പറയാനുണ്ട്. എന്നെ പോലെ തന്നെ എൻ്റെ ഉയർച്ച എത്രയും പെട്ടെന്ന് പഴയ പോലെ സിലോ ആയി കിട്ടണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോസ് ലൈക്ക് ചെയ്യുകയും അല്ലെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും എനിക്കതൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതേ മക്കളെ പല്ലേക്കാൻ വിട്ടിട്ട് ഞാൻ വേഗം അയൺ ചെയ്യാണ്. അവരെ കുളിപ്പിക്കുകയും കൂടെ വേണം കേട്ടോ. ഒറ്റയ്ക്ക് ഇപ്പോൾ 3 നേരം കുളിക്കുകയാണെങ്കിൽ ലേറ്റ് ആവും. അപ്പോൾ പെട്ടെന്നാണ് എനിക്ക് അയൺ ബോക്സ് കണ്ടപ്പോൾ പഴയ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. മുമ്പ് എന്ന് പറയും, അതായത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം എന്നുള്ളതാണല്ലോ. അപ്പോൾ എനിക്ക് ഇപ്പോഴത്തെ ഓരോ കാര്യങ്ങളിലും ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് പടച്ചോനോടും എന്താ പറയുക എല്ലാവരോടും. ഇപ്പോൾ മുമ്പത്തെ നമ്മുടെ അയൺ ബോക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. പൊട്ടിയിട്ട് കുറേ മാസങ്ങളോളം ഇങ്ങനെ തന്നെയാണ് അയൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റ് അയൺ ചെയ്യാതെയായി. കാരണം ഭയങ്കര റിസ്ക്കാണ്. ഇങ്ങനെ 2 വയറും കൂടെ കൂട്ടിമുട്ടിക്കണം. അപ്പോഴേ ഇത് ചൂടാവുള്ളൂ. ഇതിൻ്റെ അടിയിൽ നമുക്ക് ചിലപ്പോൾ ഷോക്കേറ്റാലും വെക്കും. അപ്പോൾ മുമ്പ് റണക്കുട്ടി ഷൂട്ട് ചെയ്ത് ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. 1 അയൺ ബോക്സ് വാങ്ങുമെന്ന് വെച്ചിട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾക്കും എനിക്കും അയൺ ചെയ്യാൻ അയൺ ബോക്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വാങ്ങണം. അങ്ങനെ വാങ്ങാൻ പറ്റാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്കിത് ഓരോന്നും നോക്കുമ്പോൾ മുമ്പ് ആ വീട്ടിൽ അയൺ ചെയ്യാനുള്ളൊരു സ്ഥലം പോലും ശരിക്കും പ്രോപ്പറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അൽഹംദുലില്ലാ സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നുകയാണെങ്കിലും പഠിച്ചോൻ ശരിക്കും നമ്മളെ വലിയ വലിയ അനുഗ്രഹങ്ങളിലേക്കായിരിക്കും ചിലപ്പോൾ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകുന്നത് എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ ഇനിയിപ്പോൾ നട്ട്സ് ടൈമാണ്. കുട്ടികൾക്ക് നട്ട്സ് വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പാടിയും പിടിയാണ്. എനിക്ക് അത്ര വേണം, എനിക്ക് ഇത്ര വേണം, എൻ്റെ നട്ട്സ് ഒന്ന് വലുത് ഒന്ന് ചെറുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇച്ചു ബേബി കരച്ചിൽ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത് കണ്ടിട്ട് ഹേസു ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തപ്പോൾ ചെയ്യാ, ഒന്നും കൂടെ സാധനം ഇല്ലല്ലോ മൊത്തേ വാങ്ങാട്ടോ. അപ്പോൾ ഇതേ മറ്റൊരു സന്തോഷ വാർത്തയാണ്. കുറേ ദിവസമായി നമ്മൾ ഈ ബാത്റൂമിൻ്റെ ഡോറ് ഊരി വെച്ചത് ഫിക്സ് ചെയ്യാൻ ഒരു ആശാരിനെ കിട്ടാണ്ട് ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഡോർ അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ മേലെ വീഴുമെന്ന് നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു, സിലു സൂക്ഷിക്കണം, ഡോറ് മക്കളുടെ മേലെ വീഴണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അൽഹംദുലില്ലാ അങ്ങനെ നമുക്ക് ആശാരിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതേ ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് എന്ന് പറയുന്നത് ചോറ്, ഉരുളക്കിഴങ്ങ്, പപ്പടം. ഇതാണ് ഡെയിലി മുട്ട കൊടുത്തിട്ട് കുട്ടികൾ 2 പേരും ചുച്ചു ഫസ്റ്റ് ചോദിച്ചു, പിന്നെ ഹേസു ചോദിച്ചു ഡെയിലി മുട്ടയാണോ എന്നുണ്ട്. പക്ഷേ ഒന്ന് നോക്കിയപ്പോൾ മുട്ടയും കഴിഞ്ഞ്. അപ്പോൾ പിന്നെ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ഇതേ ഇന്നത്തെ ലഞ്ച് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. ഈ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും സാധനമൊന്നും വാങ്ങാൻ പോകാനൊന്നും പറ്റുന്നില്ല. പോകണം, ഒന്ന് പോയി നമ്മൾ നോർമലി വാങ്ങുന്ന പോലെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പിന്നെ വലിയൊരു സന്തോഷ വാർത്ത, ഫ്രൂട്ട്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഭാഗ്യം പോലെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് ഒരു ബോക്സ് ഫ്രൂട്ട്സ് അമ്മ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം നമുക്ക് സ്നാക്സിന് അലയുണ്ട. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എണിച്ച് കഴിഞ്ഞാൽ ഈ സ്നാക്സിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരക്കം പാച്ചിലായിരിക്കും. അവർക്ക് നോർമൽ സ്നാക്സ് ഒന്നും കൊടുത്തു വിടാനും പറ്റില്ലല്ലോ. അങ്ങനെ
ഇന്നത്തെ സ്നാക്സ് വന്നിട്ട് ഓറഞ്ചും മുന്തിരിയാണ്. ഹേസു എന്താ അങ്ങനെ നോക്കണമെന്ന് അറിയാം. ഹേസുക്ക് എപ്പോഴും ഫ്രൂട്ട്സ് എന്ത് കഴിച്ചാലും കുറച്ചപ്പോൾ കഴിക്കണുള്ളൂ. ഫ്രൂട്ട്സോ സ്നാക്സോ വേണം. അപ്പോൾ വീണ്ടും ഒരു ഓറഞ്ച് രാവിലെ തന്നെ എടുത്തിട്ട് വന്നിട്ട് വേണം പറയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മക്കളൊക്കെ പോയതിന് ശേഷം ഞാൻ വേഗം പെയിൻറ്റ് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇനി നേരിട്ട് പോയി സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് 8ൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞിട്ട് കളർ സെലക്ട് ചെയ്യാനും വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ അവസാനം ഞാൻ വൈറ്റിൽ തന്നെ വേറൊരു ഷെയ്ഡ് വിസ്പർ വൈറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് കിച്ചൺ കബോർഡ് വലിയ പൈസയിലല്ല, പക്ഷെ ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ് മാത്രം ഒന്ന് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റായിട്ട് സേജ് ഗ്രീൻ എന്ന് പറയും, അതിന് എന്ത് സ്പെല്ലിങ് ഇങ്ങനെയാണ് SAGE ആ ഒരു ഗ്രീനാണ് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിക്ക് ഒരുപാട് ഡാർക്ക് ആവുന്നത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പോയി സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കാൻ വേണ്ടി 1 ലിറ്റർ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ക്ലിപ്പ് വന്നിട്ട് കുറച്ച് മുമ്പ് എടുത്ത ക്ലിപ്പാണ്. ഇപ്പുറത്തേക്ക് മാറിപ്പോയി ബെഡ് വിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അതേ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും ഇനി ഇതൊക്കെ മാറ്റിത്തരാം, എനിക്ക് ഇവിടെ ഒന്ന് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു തരണം എന്ന്. എൻ്റെ മനസ്സിലുള്ള വിചാരം ഒറ്റ ദിവസം കൊണ്ട് ഇതൊക്കെ കഴിയും, നമ്മളിങ്ങനെ ഇമാജിനേഷൻ ചെയ്യണ പോലെയല്ല. പക്ഷെ അങ്ങനെയല്ല, ഒരു ദിവസം കൊണ്ട് ഒരിക്കലും കഴിയില്ല. പിന്നെയാണ് അത് മനസ്സിലായത്. പ്രൈമർ അടിച്ചിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യണം, പിന്നെ അതിനുശേഷം ഫസ്റ്റ് കോട്ട് അടിക്കണം, പിന്നെ അതിനുശേഷം സെക്കൻഡ് കോട്ട് അടിക്കണം. ഇതിനൊക്കെ ഇടയിൽ ഉണങ്ങാനുള്ള ആ ഒരു ടൈം പീരീഡും കൂടെ നമ്മൾ കൊടുക്കണമല്ലോ. അപ്പോൾ ഏതായാലും സാധനങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് മാറ്റിയിട്ട് ഇവിടെ ഞാൻ ആദ്യം വിചാരിച്ച് വൈറ്റ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്, പിന്നെ 2 ഭാഗം വൈറ്റ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിരിക്കും ആ ഒരു പേസ്റ്റൽ ഷെയ്ഡ്സിൽ ഏതെങ്കിലും ഷെയ്ഡ്സ് നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ ഇൻസ്റ്റഗ്രാമിലൊക്കെ തപ്പി നോക്കി. ഫോറിനേഴ്സിൻ്റെ വീഡിയോ, അവരുടെ കിച്ചണൊക്കെ പേസ്റ്റൽ ഷെയ്ഡ്സ് ആയിരിക്കും. നമ്മുടെ ഇവിടെയാണ് കുറച്ചും കൂടെ പിന്നെ ഡാർക്കൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇതെല്ലാം തന്നെ അതുപോലത്തെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു കിച്ചണിൽ ഈ ഒരു ഷെൽഫും പിന്നെ അപ്പർ യൂണിറ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. ലോവർ യൂണിറ്റ് തൽക്കാലം ഒന്നും ചെയ്യണില്ല എന്നാണ് കേട്ടോ തീരുമാനിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പൈസ ഒന്നും നമുക്ക് ചെയ്യാനില്ല, ഒന്ന് തട്ടിക്കൂട്ടുക, കാണാൻ ജസ്റ്റ് ഒന്ന് വൃത്തിക്ക് ഉണ്ടാവുക, നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സൗകര്യം മാത്രം. ഇതിലൊന്നും ഒരുപാട് പൈസ ഒന്നും വേണ്ട, കൂലിയും പിന്നെ നമ്മൾ കുറച്ച് മെറ്റീരിയലും എടുത്തു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ദേ മേലത്തെ അപ്പർ യൂണിറ്റിൽ സാധനങ്ങളൊക്കെ മാറ്റി എന്നിട്ട് ഞാനിങ്ങനെ കണ്ണ് പൊത്തിയിട്ട് ഫൈനൽ ലുക്ക് കാണിക്കണ പോലെയാണ്. പക്ഷെ അതിപ്പോഴത്തേക്കുള്ളതല്ല, അതൊരു 1 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ദേ ഇത് വന്നിട്ട് പെയിൻ്റ് അല്ല, പ്രൈമറാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ പ്രൈമർ അടിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങണം. നമുക്കൊരു വുഡിൻ്റെ ഒരു നാച്ചുറൽ ഷെയ്ഡ് തന്നെ ആണെങ്കിൽ ഒന്നും ചെയ്യണ്ടായിരുന്നു, ജസ്റ്റ് ഒരു ക്ലിയർ അടിച്ച് വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കൊടുത്തിട്ടുള്ളത്, റോസ് വുഡിൻ്റെ കളറൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ് കേട്ടോ. അതർവൈസ് നല്ല വുഡാണ് ഇവരെല്ലാറ്റിലും വെച്ചിട്ടുള്ളത്, തേക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസൊക്കെയാണ്. പണി ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അതേ ഇന്നേക്ക് ഉച്ചയ്ക്ക് ഏറ്റവും അവസാനം ഉണ്ടായിരുന്നത് കുറച്ച് വഴുതന, ഇവിടെ കത്തിരിക്ക എന്ന് പറയും കേട്ടോ, വഴുതന ഉണ്ടായിരുന്നു. അപ്പോൾ അത് റൗണ്ടിൽ കട്ട് ചെയ്ത് കുറച്ച് ഉപ്പും മുളകും ഇട്ടിട്ട് മീൻ പൊരിക്കണ പോലെ മീനിന് പകരം നമ്മൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള സംഭവം. അപ്പോൾ അതേ അത് ഇടയിൽ കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട്. കിച്ചൺ വേറെ എവിടേക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് സൈഡിൽ പണി നടക്കുന്നു, സൈഡിൽ ഈ പണിയും നടക്കുന്നു, അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പോർഷൻ ഇത് പ്രൈമർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയും പണി പൂർത്തിയാവാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത്. ശരിക്കും ഫുള്ളായിട്ട് പണിയൊക്കെ കഴിഞ്ഞെങ്കിൽ ഈ കിച്ചൺ ശരിക്കും അടിപൊളിയായിട്ടുണ്ടാവും. അപ്പോൾ തൽക്കാലം നമ്മുടെ തട്ടിക്കൂട്ട് പരിപാടിയാണ്, ഒന്ന് പെയിൻറ്റിങ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതും പ്രൈമറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി, മുകളിലൊന്നും ചെയ്യേണ്ടെന്നാണ് ആദ്യം വിചാരിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയണം കേട്ടോ. പിന്നീട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 2:30-3 മണി ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നല്ലോണം വിശപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സദ്യ എന്താണെന്ന് കാണിച്ചു തരാണ്. ചോറുണ്ട്. ഞാൻ പിന്നെ ചോറ് അധികം റൈസ് എടുക്കാറില്ല, റൈസ് പൊതുവേ കുറവായിരിക്കും കേട്ടോ. ഇനി കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഉള്ള പോലെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പിന്നെ രസമല്ല, ഇതിനെ പുളിച്ചാറ് എന്നാണ് ഇവിടെ പറയുക. അതും ഈസി പണിയാണ് കേട്ടോ. പിന്നെ വഴുതന, ഒരു പപ്പടം, പിന്നെ രാവിലെ ബാക്കി ഉണ്ടായിരുന്ന ഉരുളക്കിഴങ്ങ് പൊരിച്ചതും ഉണ്ടായിരുന്നു. അപ്പോൾ അതിട്ട് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ പ്രൈമർ അടി ഈ ഒരു അളവിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, ഞാൻ പോയിട്ട് എടുത്തിട്ട് വന്ന പെയിൻ്റ് അടിച്ച് കാണാൻ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്.
ഒന്നെങ്കിലും നിങ്ങൾ എനിക്ക് അടിച്ച് കാണിച്ചു തരണം, എന്നാലേ എനിക്ക് അത് കളർ ചേഞ്ച് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കാണ് എന്ന് അവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ രാത്രിക്കുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചപ്പാത്തിയാണ് രാത്രി. ചപ്പാത്തിയും നമ്മൾ ചന്ന മസാലയില്ലേ അതുപോലെ അതിൽ ആ കടലയിൽ വെള്ളക്കടലയിൽ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇത്രത്തോളം പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കാണുമ്പോൾ ഒരു സമാധാനം. തട്ടിക്കൂട്ട് പരിപാടിയാണ് എങ്കിൽ പോലും നമുക്ക് താൽക്കാലികമായിട്ട് ഇങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളത്. പിന്നല്ലേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് നോക്കാത്ത മെസ്സേജുകളൊക്കെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ രാത്രി സമയത്തൊക്കെ ചിലതൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഞാൻ കൂടുതലും ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിലും പിന്നെ അതല്ല വേറെ ആരെങ്കിലുമൊക്കെ ആണെങ്കിലും എല്ലാവർക്കും ആവശ്യം ക്യാഷാണ് കേട്ടോ. ഓരോരുത്തർ ഓരോരോ എമൗണ്ട് ചോദിക്കുന്നുണ്ട്. ചിലർ 1,00,000 രൂപ തരുമോ, 50,000 രൂപ തരുമോ, അല്ലെങ്കിൽ 25,000 തരുമോ, 10,000 തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പൈസ ചോദിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ കാണുമ്പോൾ സങ്കടം വരാറുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എടുത്തു വെക്കാനുള്ള പൈസ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ദിവസവും ഇങ്ങനെ ഓരോന്നും ചെയ്ത് ഓൺലൈൻ ബിസിനസ്സും ബാക്കിയുള്ള കാര്യങ്ങളും വീഡിയോസ് അപ്ലോഡിങ്ങും എഡിറ്റിങ്ങും ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു 2 ദിവസം ഞാൻ കിടക്കൂലേ, ഒന്ന് റെസ്റ്റ് എടുക്കൂലേ എന്ന് തോന്നിയിട്ടുണ്ട്. എന്തുദ്ദേശിച്ചിട്ടാണ് ഇവർ ഇങ്ങനെ പറയണമെന്നുള്ളത് എനിക്കറിയില്ല. എന്നിട്ട് കിട്ടാതാവുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ ഒക്കെ കിട്ടാതാവുമ്പോൾ ഇവർ യൂട്യൂബിലൊക്കെ വന്നിട്ട് എന്നെ അനാവശ്യം പറഞ്ഞ് ഓരോ കമൻ്റ് ഇടുകയും അവരുടെ ദേഷ്യം മൊത്തം വേറെ രീതിയിൽ വന്ന് തീർക്കുകയും ചെയ്യുന്നുണ്ട്. ഒക്കെ കാണുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ. ഞാൻ എന്നെ ആശ്രയിച്ച് 5 പേരോളം ഉള്ളത് കൊണ്ട് വേറെ ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് ഇത്രത്തോളം എഫേർട്ട് എടുത്ത് പലതും ചെയ്യുന്നത്. പിന്നെ ഞാൻ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത, അല്ലെങ്കിൽ ഒന്ന് കയറിക്കിടക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത ആൾക്കാർ, അത്രയും വയസ്സായി ഒന്നിനും പറ്റാത്തവർക്കൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. അതല്ലാത്തതൊന്നും എന്നെക്കൊണ്ട് ഇപ്പോൾ പറ്റൂല. കാരണം ഞാൻ തന്നെ നിലനിൽക്കാനും വേണ്ടിയിട്ട് ഇപ്പോൾ ഓടി നടക്കുകയാണ് കേട്ടോ. അല്ലാതെ കുറേ കുടുംബസ്വത്തും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടല്ല. പിന്നെ എൻ്റെ മക്കൾ പിന്നീട് ഒരിക്കലും ബുദ്ധിമുട്ടാതിരിക്കാനും വേണ്ടിയിട്ട്, അവരുടെ ഭാവി സേഫാക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓടി കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ദയവേത് എന്തെങ്കിലും അങ്ങനെയുള്ള ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് ആരും വരരുത്. കാണുമ്പോൾ ഞാൻ ഒന്നും കൂടെ ഡിപ്രഷനിലേക്ക് പോവാണ്. ഞാൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണ് പഠിച്ചോനെ ഈ ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിപ്പോവും. പല സമയത്തും സങ്കടം വരും. നമ്മളെന്താരും മനസ്സിലാക്കാത്തത് ചോദിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ പുറമെ വന്ന് തെറിയും വിളിക്കുകയാണ്, ചീത്ത പറയുകയാണ്, അനാവശ്യം പറയുകയാണ്. അത് പക്ഷേ ഇവർ ചോദിച്ചിട്ട് കൊടുക്കാത്തതുകൊണ്ടാണെന്നുള്ളത് മറ്റുള്ളവർക്ക് അറിയില്ല. ഇവർ വേറെ രീതിയിലാണ് അതിൻ്റെ പ്രതികാരം വീട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ വന്നു. പിന്നെ അതിന് ശേഷമുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോയിട്ട് ഒരു അർജൻറ്റായിട്ടുള്ളൊരു സംഭവം ചെയ്യാനുണ്ടായിരുന്നു. അമ്മ കുറേ ദിവസമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പോകാൻ പറ്റാതിരിക്കുകയായിരുന്നു. പിന്നെ ചുച്ചുക്കുട്ടിയും കരഞ്ഞിട്ട് ചുച്ചും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചുച്ചു, അമ്മ, ഞാനും കൂടിയിട്ട് ടൗണിലേക്ക് പോയി. അങ്ങാടിയിലേക്കാണ് പോയത്. ഈ ബാത്റൂം ഫ്ലോർ വാഷ് ചെയ്യാനും ക്ലോസറ്റ് വാഷ് ചെയ്യാനുള്ള ബ്രഷുകളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി വാങ്ങി. ഹോൾസെയിൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ വാങ്ങുക. അപ്പോൾ അത്രയും നമുക്ക് ലാഭത്തിന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്, അതായത് എങ്ങനെയൊക്കെ പൈസ സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ സേവ് ചെയ്യണത് എങ്ങനെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ചവിട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് പിന്നെ മറ്റേ വീട്ടിൽ ഒരെണ്ണമായതുകൊണ്ട് പിന്നെ പുതിയത് വാങ്ങാമെന്ന് വിചാരിച്ചു. ഇത്രയും നീളത്തിലുള്ളതാണ് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലേക്ക് നമ്മളിത് കൊണ്ടുവരാം. എനിക്ക് ചെറിയൊരു ലാഭമൊക്കെ തന്നാൽ മതി. പിന്നെ ഇങ്ങനത്തെ മാറ്റും കൂടെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫുള്ള് പൊടി ആയതുകൊണ്ട് കുട്ടികൾ ഇതിങ്ങനെ ചവിട്ടിയിട്ട് ബെഡിലേക്ക് കയറല്ലേ. അപ്പോൾ അതേ ബ്രഷ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ചൂല്, നിങ്ങൾ എൻ്റെ ചൂല് കണ്ടിട്ട് ചോദിക്കാറില്ലേ, അത് വന്നിട്ട് നമ്മൾ ഈ ചൂലല്ല, മറ്റേത് പരന്നത് ഉള്ളിലടിക്കുന്നത്, അതും വാങ്ങിയിട്ടുണ്ട്. അതും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഓൺലൈൻ ഷോപ്പിൽ പറ്റുവാണെങ്കിൽ കൊണ്ടുവരാം. പിന്നെ അതിന് ശേഷം അമ്മ ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ രാത്രിയത്തെ ഫുഡൊക്കെ അമ്മയാണ് മക്കൾക്ക് വാരി കൊടുക്കുക കേട്ടോ. ഇവരൊക്കെ ഉള്ളിടത്തോളം കാലം നമുക്ക് എന്താ പറയുക, ഇങ്ങനെയുള്ള സ്നേഹവും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. എന്തായാലും ഒരാൾ നഷ്ടപ്പെട്ടു, ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ തന്നെ ആയിരിക്കും എനിക്കും വാരിത്തരുന്നത്. പിന്നെ ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കണ്ണുപെടുമോ ഗൈസ്? ചിലർ അങ്ങനെയൊക്കെ പറയണു, എനിക്ക് അറിഞ്ഞൂടാ. ഇതിലും സ്വന്തം മക്കൾ സ്വന്തം ഉമ്മ സ്വന്തം പ്രസവിച്ച മക്കളെയും പേരക്കുട്ടിയും സ്നേഹിക്കണത് കാണുമ്പോൾ ഇനി കണ്ണുപെടും. എനിക്ക് അത് തോന്നണില്ല. പിന്നെ അങ്ങനത്തെ വേട്ടാവളിത്തുകളും ഉണ്ടാവൂലേ, അസൂയുള്ളവർ, അറിഞ്ഞൂടാ കേട്ടോ.
എന്തായാലും അമ്മ വന്നതിൻ്റെ ഹാപ്പി മക്കൾക്കും എനിക്കൊക്കെ ഉണ്ട്. പക്ഷെ അമ്മ രാത്രി സ്റ്റേ ചെയ്യുന്നില്ല. ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ആൾ രാത്രി പോവും. വന്നപ്പോൾ ഏതായാലും പേരക്കുട്ടികൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിവേ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നിങ്ങളുടെ ഒരുപാട് പേര് സപ്പോർട്ട് ഉണ്ടെന്നറിയാം. ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ഒരു വീഡിയോയും നമ്മുടെ വിശേഷങ്ങളും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.